ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. അസുഖബാധിതരായ തിരുവല്ലാമലയിലെ ദമ്പതികൾ സുമനസ്സുകളുടെ ചികിത്സാ സഹായം തേടുന്നു. ഇരുവൃക്കകളും തകരാറിലായി ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യേണ്ട ഗതികേടിലാണ് ആനന്ദ് ജ്യോതി. തിരുവില്ലാമല ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം കനകാലയത്തിൽ താമസിക്കുന്ന ഇവരുടെ ജീവിതം കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. എനിക്കിപ്പോൾ 1 വർഷത്തോളമായി ഡയാലിസിസ്, പിന്നെ കിഡ്നിക്ക് 2 കിഡ്നിക്കും പ്രോബ്ലം ആയിട്ട് കാണിച്ച് 2 കിഡ്നി പോയതാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ സാമ്പത്തികം എല്ലാം അറിയില്ലല്ലോ. ഞാൻ ജോലി ചെയ്തിട്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മോൾക്കാണ് ഇതുള്ളത്, പഠിക്കുന്നു. ഭർത്താവ് വളരെ കാലമായി അസുഖബാധിതനും തൊഴിലൊന്നും ചെയ്യാൻ കഴിയാതെ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. 10 വർഷമായി ഒരു ഭാഗം തളർന്നിട്ട് ചികിത്സയിലായിട്ട്. ആശുപത്രിയിലെ ഡോക്ടർ സാജനാണ് നോക്കുന്നത്. 6 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് പോകണം. നടക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഇവിടെ പോകുമ്പോഴും വാഹനം ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. പുറം ലോകമായിട്ട് ഒരു സമ്പർക്കമില്ലാണ്ട് ഇരിക്കും. മക്കളാണ് ഒരുപാട് ജോലി റിസൈൻ ചെയ്ത് വരാൻ നമ്മളെ നോക്കാൻ അറിയില്ല പറഞ്ഞിട്ട് മകൻ ഡി ഫാമിൽ പഠിക്കുക. ചെലവിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ആനന്ദ് ജ്യോതിയുടെ വരുമാനം മാത്രമായിരുന്നു വീടിന്റെ ഏകാശ്രയം. മകൾ വിവാഹിതയാണ്, മകൻ വിദ്യാർത്ഥിയും. ആനന്ദ് ജ്യോതി വൃക്ക തകരാറിലായി ചികിത്സ തേടിയതോടുകൂടി നിത്യവൃത്തിക്ക് വഴി കാണാതെ ഇവർ ദുരിതമനുഭവിക്കുകയാണ്. ഈ കുടുംബത്തെ സഹായിക്കുന്നതിനായി 4ാം വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സ്മിത സുകുമാരന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗം 9 അംഗ കമ്മിറ്റി രൂപീകരിക്കുകയും വാർഡ് മെമ്പർ കൺവീനറായി തിരുവില്ലാമല ഗ്രാമീണ ബാങ്കിൽ ആനന്ദ് ജ്യോതി ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. വാർഡിൽ ആനന്ദ് ജ്യോതി എന്ന ഒരു വ്യക്തി ഡയാലിസിസ് ചികിത്സയുമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ്. അവരുടെ ഭർത്താവ് വാസുദേവൻ വർഷങ്ങളായി അസുഖബാധിതനായി ചികിത്സ ചെയ്തു വരുന്ന ആളാണ്. വിവാഹിതയായ ഒരു മകളും വിദ്യാർത്ഥിയായ ഒരു മകനുമാണ് ആ കുടുംബത്തിൽ ഉള്ളത്. ആ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. ദിവസ കാര്യങ്ങൾക്ക്, ചെലവുകൾക്ക് പോലും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പോൾ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്വകാര്യ ആശുപത്രിയിലുമാണ്. ആ കുടുംബത്തിനെ സഹായിക്കുന്നതിനായി നല്ല മനസ്സുകളുടെ കാരുണ്യം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. നല്ല മനസ്സുകളുടെ കാരുണ്യം കൊണ്ട് ആ കുടുംബത്തിന് എന്തെങ്കിലും കൈത്താങ്ങ് ലഭ്യമാവുകയാണെങ്കിൽ അത് ഈശ്വരനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ കണക്കിലെടുത്ത കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ പ്രസ്തുത ബാങ്കിലേക്ക് അയച്ചു തന്ന് ഈ നിർധന കുടുംബത്തെ സഹായിക്കാനുള്ള സന്മനസ് കാണിക്കണമെന്ന് യോഗം ഏവരോടും അഭ്യർത്ഥിച്ചു. ആനന്ദ് ജ്യോതിയുടെ വർഷങ്ങളായി ചികിത്സയിൽ കഴിയുന്ന വാസുദേവൻ ആ കുടുംബത്തിന്റെ താങ്ങും തണലുമായി ഉണ്ടായിരുന്നത് ഈ ആനന്ദ് ജ്യോതിയാണ്. ആനന്ദ് ജ്യോതി കൂടെ 2 കിഡ്നിയും കംപ്ലൈന്റ് ആയതിനു ശേഷം 3 ഡയാലിസിസ് ആവശ്യപ്പെട്ടതോടുകൂടി കൂനിന്മേൽ കുരു എന്ന അവസ്ഥയായി ആ വീടിൻ്റേത്. അവരുടെ കുടുംബം വളരെ ദയനീയമാണ്. മകൻ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. പലരും ഇതോടൊപ്പം മകൻ തന്നെ പല നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് അവർ ഈ ഡയാലിസിസും മറ്റു കാര്യങ്ങളും ചെയ്തു കൊണ്ടുവരുന്നത്. ദിവസേന ഇത് ചെയ്ത് പോകാനുള്ള സംവിധാനം അവരുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് നിങ്ങൾ സന്മനസ്സുകളുടെ സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന നിസ്സാരമായ പൈസയാണ് ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടി തിരുവില്ലാമല ഗ്രാമീണ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ QR കോഡും ഉണ്ട്. ഇതിൽ പ്രകാരം നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ഈ കുടുംബത്തിന് ചെയ്താൽ അത് വലിയ ഉപകാരമായിരിക്കും. ആ ഉപകാരങ്ങൾക്കുള്ള സന്മനസ് കാണിക്കണമെന്ന് മാത്രം പറയുന്നു. 4ാം വാർഡിലുള്ള തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിലുള്ള ആനന്ദ് ജ്യോതി ഒരു കുടുംബത്തെ ഒരുപാട് കാലമായിട്ട് സംരക്ഷിക്കാൻ വേണ്ടി, ഭർത്താവ് വയ്യാതെ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാലമായി കഷ്ടപ്പെട്ട് വരികയാണ്. അക്കൂട്ടത്തിലാണ് അവരുടെ 2 കിഡ്നിയും ഇപ്പോൾ വയ്യാത്തൊരവസ്ഥയിലായി. ആ കുടുംബം വളരെ ദയനീയമായൊരവസ്ഥയിലാണ്. ആ കുടുംബത്തെ പിടിച്ചു ചേർത്താൻ സന്മനസ്സുള്ള എല്ലാ നാട്ടുകാരും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും വളരെ സഹായിക്കണം.
CCV ന്യൂസ് തിരുവില്ലാമല.